ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ബഹുമാന്യായ ശ്രീ വി കെ ഗിരീന്ദ്ര ബാബു, പ്രിയപ്പെട്ട ബാബുചേട്ടൻ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ജ്യേഷ്ഠ സഹോദരന്മാരായ പ്രിയപ്പെട്ട എ പി സിന്, സി വിമൽകുമാർ, സുനിൽ സൗവർണിക, അവതാരകനായി നമ്മുടെ പ്രിയപ്പെട്ട ഡി ദേവരാജൻ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ഗുരുജനങ്ങളെ, നോക്കൂ, നമ്മൾ എത്രത്തോളം ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് അല്ലേ? ഒരു ചെറിയ കാലയളവിൽ ഒരു സ്ഥാപനത്തിലേക്ക് വരിക, അവിടെ കുറച്ചാൾ പ്രവർത്തിക്കുക, അതിനുശേഷം ആ സ്ഥാപനത്തോട് വിട പറയുക. വർഷങ്ങൾക്കിപ്പുറം ഞാൻ കൗമുദി വിട്ടിട്ട് ഒരു വ്യാഴവട്ട കാലം കഴിഞ്ഞു. അതിനുശേഷം ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന തലമുറകളോളം പ്രവർത്തിച്ച എല്ലാവരുമായിട്ട് നമ്മളിങ്ങനെ ആഘോഷിക്കുക. ആരെ കൊണ്ട് പറ്റും അല്ലേ? നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? എങ്ങനെയായിരിക്കും സാധിക്കുന്നത്? ബഹുമാനായ ശ്രീ വി കെ ഗിരീന്ദ്ര ബാബു നമ്മളുടെ ജീവാത്മാവും പരമാത്മാവുമായി നിലാവിന് രൂപം കൊടുത്തുകൊണ്ടും നമ്മളെ എല്ലാവരെയും അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബത്തിൻ്റെ അംഗമായി ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ടും മാത്രമാണ് നമുക്കത് സാധിക്കുന്നത്. ശരിയല്ലേ? ആണോ? ആർക്കൊരു ഉണർവ് ഉന്മേഷമൊന്നും കാണാൻ. നമ്മൾ ബേസിക്കലി സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലൊക്കെ വർക്ക് ചെയ്തവരാണെങ്കിൽ നമ്മൾ ആദ്യമേ ചെന്നിട്ട് എല്ലാവരെയും കൊണ്ടൊരു ഗുഡ് മോർണിംഗ് പറയിപ്പിക്കും, ചാടി എഴുന്നേൽപ്പിക്കും, ഒരു എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിക്കും. എന്നാലേ നമുക്ക് സംസാരിക്കാനായിട്ട് ഒരു ഊർജ്ജം വരുള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഊർജ്ജം കാരണം നമ്മൾ തുടങ്ങുന്ന സമയത്ത്, ബാബുചേട്ടൻ തുടങ്ങുന്ന സമയത്ത് കണ്ടുവന്ന ഒരു ഊർജ്ജം ഇന്ന് നമ്മളുടെ ഗ്രൂപ്പിൽ നിലനിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിലകൊള്ളുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെയധികം സംശയമുണ്ട്, വിഷമമുണ്ട്. കാരണം അദ്ദേഹം ഇതല്ല നമ്മളിൽ നിന്നും പ്രതീക്ഷിച്ചത്. എന്നോട് ആദ്യമായിട്ട് ഇതിൻ്റെ ഇങ്ങനെ ഒരു ആശയത്തെ സംബന്ധിച്ചിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം ഒരു സർവീസിൻ്റെ 30 വർഷത്തോളം കാലം അല്ലെങ്കിൽ അതിലേറെയൊക്കെ ചെലവഴിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്കം വരെയുള്ളൂ. അത് കോമത്തിന് കുഴപ്പമില്ല, നമ്മളെ പോലത്തെ ആൾക്കാരുടെ കുഴപ്പമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് ആ സ്ഥാപനത്തിൽ അത്ര നാൾ വർക്ക് ചെയ്യാനായിട്ടൊരു ഭാഗ്യമേ ഈശ്വരൻ തന്നിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ടാണെന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും നമ്മുടെ ഈ ഗ്രൂപ്പിൽ ആ കൗമുദിയെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു ഇൻഫർമേഷനോ ഡിസ്കഷനോ ഒന്നും പ്രോത്സാഹിപ്പിക്കാറില്ല. അങ്ങനെ ആവാനും പാടില്ല. കാരണം അവിടെ പ്രവർത്തിച്ച് അത്രത്തോളം കാലം നമ്മുടെ കുടുംബത്തെ പോറ്റിയ സ്ഥാപനമാണ്. നമ്മളോടൊപ്പം താങ്ങുമായിട്ട് നിന്ന പ്രസ്ഥാനമാണ്. അപ്പോൾ ആ ഒരു ബഹുമാനം നമ്മുടെ പ്രവർത്തിയിൽ ഉണ്ടാവണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഒരുപക്ഷെ തുടക്കകാലത്തിലൊക്കെ ചിലരെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ അത്തരത്തിലുള്ള ഡിസ്കഷനുമായിട്ട് വരുന്ന സമയത്ത് നമ്മളത് എൻ്റർടൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ എംപ്ലോയി ടേൺ ഓവർ കൂടുതലുള്ളത് കൊണ്ട് നമുക്കൊരു നേട്ടമുണ്ട്. കാരണം നിലവിലേക്ക് കൂടുതൽ ആൾക്കാർ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും, പുതിയ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഒരാഗ്രഹമുള്ളത്, നമ്മൾ വരുന്നവരെല്ലാവരും നമ്മൾ ഉൾക്കൊള്ളും, നല്ല രീതിയിൽ നമ്മൾ ഇതിനകത്ത് ഇൻവോൾവ് ആവണം. കാരണം ബാബുചേട്ടൻ ഈ ഒരു ആശയമായിട്ട് വന്ന സമയത്ത് നമ്മളെല്ലാവരും തുനിഞ്ഞിറങ്ങിയത്, സപ്പോർട്ട് ചെയ്തത്, ഇത് നല്ലൊരു കൂട്ടായ്മ, അദ്ദേഹത്തിന് ഒരുപാട് വീക്ഷണം, എന്താ പറയുക, വളരെ കൃത്യമായിട്ടുള്ള നിലപാടും ഇതിനെ സംബന്ധിച്ച് നല്ലൊരു ദിശാബോധവും ഉണ്ട്. അതുകൊണ്ടാണ് തുടങ്ങിയത്. അല്ലെ വെറുതെ ഒരു ഗ്രൂപ്പ് തുടങ്ങി കുറേ സുഹൃത്തുക്കളായിട്ട് വാചകം പഠിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു കാര്യമല്ലല്ലോ. എല്ലാ ദിവസവും നമുക്ക് എത്രത്തോളം അറിവാണ് ഈ ഗ്രൂപ്പിലൂടെ ലഭിക്കുന്നത്. അറിവ്, വിജ്ഞാനം, ആനന്ദം എല്ലാം ഉണ്ട്. എല്ലാം അടങ്ങിയ ഒരു ഗ്രൂപ്പാണ്. ഇപ്പം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 10 വർഷത്തോളം സ്കൂളിൽ സ്പെൻഡ് ചെയ്തിട്ട് ചുരുങ്ങിയത് 2 വർഷമെങ്കിലും ഓരോ കോളേജിലും പഠിച്ചവരാണ്. അവിടെയൊക്കെ അലുമിനി അസോസിയേഷനുകളുണ്ട്. പക്ഷെ ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു അലുമിനി അസോസിയേഷൻ ഒരു സ്ഥാപനത്തിൽ വിട്ടിറങ്ങിയവരുടെ ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ പല സ്ഥാപനങ്ങളും ഇല്ല. സാധാരണ സ്ഥാപനം വിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തുടങ്ങുന്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിനെതിരായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘടനയായിരിക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നമ്മുടെ ഈ കൂട്ട് എത്രത്തോളം, നമ്മൾ ആദ്യ സംഗമത്തിൽ നമ്മളന്ന് മുഖ്യ അതിഥിയെ കൊണ്ടുവന്ന ബഹുമാനായ ശ്രീ കഴക്കൂട്ടം പ്രേംകുമാർ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ഒരു കൂട്ട്, ഇതിലൂടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അതിനെല്ലാവരുടെയും സഹകരണം വേണം. ഇനി ഞാൻ കൂടുതൽ ദീർഘിപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രസംഗമായിട്ട് മാറും. അതിനുള്ളൊരു അവസരമല്ല. നമുക്ക് വളരെ ചുരുങ്ങിയ സമയമുള്ളൂ. ബാബുചേട്ടൻ പറഞ്ഞ പോലെ 3 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിറക്കാനുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം, എല്ലാവിധ പ്രവർത്തനങ്ങൾ ഒരു പടി കൂടി മുന്നിലേക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആണ് ഇന്നത്തെ ദിവസം നമ്മൾ ആലോചിക്കുന്നതെങ്കിൽ ഈ 2ാമത്തെ സംഗമം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം ഉണ്ടാവും. അതിനെല്ലാവരും മുമ്പോട്ട് വരണം. ബാബുചേട്ടൻ്റെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ചെറിയ രീതിയിലെങ്കിലും എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ച് ചിന്തിക്കുക, അതിലേക്ക് പ്രവർത്തിക്കുക. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഇത്രയും മുഖങ്ങൾ ഒന്നിച്ച് കാണുമ്പോൾ സന്തോഷമുണ്ട്. പലരും നമ്മൾ സ്ഥിരമായി കാണുന്നവരല്ല. എത്തിച്ചേർന്നതിൽ വളരെയധികം സന്തോഷം. ഈ കൂട്ടം നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നിൽക്കാം. എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.